ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ ഇടാണ്ട് നിൽക്കുമ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ഇടുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ എണീക്കാൻ തന്നെ കുറേ ലേറ്റായിട്ടോ. ഇന്നലെ രാത്രി നിങ്ങൾക്കറിയാമല്ലോ, പണികളും കാര്യങ്ങളും പണിക്കാരും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ കുറച്ച് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനും കിടക്കാനായിട്ട് കുറേ ലേറ്റായി. അങ്ങനെ എണീക്കാനും കുറച്ച് ലേറ്റായി. അപ്പോൾ ആദ്യം നേരത്തോടെ ഞാൻ എണീറ്റെങ്കിലും പിന്നെ രണ്ടാമത് ഉറങ്ങിയത് ശരിക്കും ഉറങ്ങിപ്പോയി. അപ്പോൾ കുട്ടികൾ എന്നെ വിളിക്കാനും നിന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിള്ളേർസ് പ്ലേ സ്കൂളിലേക്ക് പോകണ ഒച്ച കേട്ടിട്ടാണ് ഞാൻ എണീറ്റത് കേട്ടോ. അപ്പോൾ അങ്ങനെ എണീറ്റ് വന്നപ്പോൾ ചേട്ടന്മാർ പോയി, അനിയൻ ദേ കിടന്നിട്ട് ഇവിടെ ഓടീൻ്റെ അടുക്കുകയാണ്. അവർ പോണ നേരത്തെ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയില്ല കേട്ടോ. അങ്ങനെ ചാക്കോച്ചൻ കിടന്ന് ഓടീൻ്റെ നടക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു എന്നെ കാത്തു നിൽക്കണ്ട, കുറച്ച് ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. എണീറ്റ വഴിക്കത് എനിക്ക് കഴിക്കാൻ തോന്നില്ല. അതിപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എണീറ്റ വഴിക്ക് നമ്മൾ ഓടിപ്പോയിട്ട് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരിക്കില്ലല്ലോ. അങ്ങനെ ഡാഡി മക്കളും കൂടി കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്ന് റാഗിപ്പുട്ടും പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അത് കഴിച്ചു. അപ്പോഴേക്ക് രാവിലത്തെ പിള്ളേർസിൻ്റെ പണിയുണ്ടല്ലോ, അവരുടെ കുപ്പി കഴുകൽ, അങ്ങനെയുള്ള അവരുടേതായ കുറേ ജോലികളുണ്ട്. അവരുടെ കുട്ടികളുടെ ചെറിയ ഹാൻഡ് വാഷോ കൈകൊണ്ട് കഴുകേണ്ട സംഭവങ്ങൾ കഴുകൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് രണ്ട് പേർക്കും ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ കാര്യമാണ് ഫുഡ് വയ്ക്കാൻ കയറാമെന്നുള്ളത്. അപ്പോൾ ഇന്നും നമ്മളുടെ പിള്ളേർസ് മൂന്നും പുറത്താണ്, കൂട്ടിലേക്ക് കയറ്റാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞങ്ങൾക്കൊരു വട്ടമേശ സമ്മേളനം ഉണ്ടെന്ന്. അങ്ങനെ ആ വർത്താനവും ചർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സൈഡിൽ ഇന്ന് പണിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നാളെ, അതായത് ഇപ്പോൾ നിങ്ങളിന്ന് കാണുന്ന ദിവസം നല്ല തിരക്കുള്ള ദിവസവും പണിക്കാരുണ്ടാവും. ഇവിടെയൊക്കെ വീണ്ടും മൊത്തം ഒന്ന് കോൺക്രീറ്റ് ചെയ്യും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പട്ടിക്കൂടൊന്ന് അഴിച്ച് പണിയണം. അങ്ങനെ കുറച്ച് മരാമത്ത് പണികൾ, ക്രിസ്മസ് വരികയല്ലേ, അപ്പോൾ ക്രിസ്മസിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടം, ഇവരെ കൂട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ അവർക്ക് കൂട്ടിലെങ്ങനെയെങ്കിലും തിരിച്ച് കയറണം, അതിന് വേണ്ടി എന്നോടുള്ള ശുപാർശ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ അവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും കൂടിൻ്റെ ഉള്ളിലും പുറത്തും ആയിട്ടുള്ള അവരുടെ കിടപ്പ്. അപ്പോൾ അത് വിട്ട് അപ്പോൾ കണ്ടോ ഇതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മരാമത്ത് 10 വർഷമായില്ലേ നമ്മളുടെ വീട്. അപ്പോൾ കുറച്ച് ഒരു മരാമത്തും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പിള്ളേർ കുട്ടിപ്പട്ടാളങ്ങളെത്തി. അപ്പോൾ ഇന്നൊന്നും വേറെ പ്രത്യേകതയൊന്നും ഇല്ലാത്ത കാരണം ശരിക്കും 1 മണിക്ക് തന്നെ പോയിട്ട് അവരെ കൊണ്ടുവന്നു കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാമിനോട് വിളിച്ച് പറഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടാമത് സ്നാക്ക് ബോക്സ് കൊടുത്തിട്ടാണ് കുറച്ച് ലേറ്റായിട്ട് ഇരുത്താം. ഇന്ന് ഇവർക്ക് പതിവില്ലാണ്ട് ഫ്രൈഡ് റൈസൊക്കെയാണ് കൊടുത്തയച്ചത് കേട്ടോ. സാധാരണ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അത് കൊടുത്തിട്ട് രണ്ടുപേരും കഴിച്ച സന്തോഷം. അപ്പോൾ അപ്പാപ്പൻ വരുമ്പോൾ അവർ ബേക്കറിയിൽ കയറ്റി അവർക്ക് ഇഷ്ടമുള്ള ക്രീം ബണ്ണൊക്കെ വാങ്ങിക്കൊടുത്തു. അവർക്ക് ഏറ്റവും ഇഷ്ടം ബേബി സണ്ണിലത്തെ ക്രീം ബണ്ണാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് എപ്പോഴും നമ്മൾ കൊടുക്കില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ കുട്ടികൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ നമ്മുടെ എല്ലാ മക്കൾക്കും കൊടുക്കുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തപ്പോൾ ചേട്ടൻ അനിയനും വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തോമു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്കൂളിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ചെറുപറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റേ ആൾക്ക് അങ്ങനത്തെ ഒരു പണിയില്ല. അവൻ വരിക, അവൻ കളിക്കുക. ചാക്കോച്ചനോട് ഭയങ്കര ഇഷ്ടം. ചാക്കോച്ചനോട് ഒരു വർത്താനം പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ മിനിയാന്ന് ഉണ്ടാക്കിയത് മത്തങ്ങയും പയറും. പക്ഷേ ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഫുൾ പുറത്തുനിന്നല്ലേ ഫുഡായിരുന്നു. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തങ്ങയും പയറും സാമ്പാറുമായിരുന്നു കറി. പിന്നെ പപ്പടം, അച്ചാർ, മറ്റു മുളക് ചമ്മന്തി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ച് ബിരിയാണി റൈസ് എടുത്തിട്ട് ഫ്രൈഡ് റൈസ് പോലെ അവർ ചെയ്തിരുന്നു. അവർ 2 പെൺകുട്ടികൾ അതാണ് കഴിച്ചത്, ഡിംപിളും ഡിവൈനും അതാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് എണ്ണ കാച്ചണം എന്ന് പറഞ്ഞ് നിൽക്കണത്. അപ്പോൾ എനിക്കതിനുള്ള നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഒരു പരീക്ഷണാർത്ഥം നമ്മളുടെ ജാനീസ് ഓയിലുണ്ട്, ഹെയർ ഓയിൽ, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യാനല്ല, ഞാൻ കഴിഞ്ഞ മാസവും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റണില്ല. ഇവിടെ ഒന്നാമത് ചെമ്പരത്തി കിട്ടാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അമ്മൂൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളാണ്. സ്ഥിരം എന്ന് പറഞ്ഞാൽ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ കാണുന്ന ആളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ. ഭയങ്കര ഒരു കേടും പറ്റാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് ആയിരുന്നു. ശരിക്കും നല്ലൊരു സമയം അമ്മുവും വിച്ചും പാക്കിങ്ങിന് വേണ്ടി എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക്
മനസ്സിലാവും. കാരണം നമ്മളും ഇങ്ങനെ പ്രോഡക്റ്റ്സ് പാക്ക് ചെയ്യണവരല്ലേ. ഒരു കേടും ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു എവിടേക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് പാക്ക് ചെയ്ത് അയക്കാവുന്ന തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല പാക്കിങ്ങാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ മറ്റേ ഇതിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഓർഡർ കൊടുത്തതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ എന്താ പറയുക, ഇത് കണ്ടത് തന്നെ അമ്മുവിൻ്റെ മുടിയും വിച്ചുവിൻ്റെ മുടിയും നോക്കിയിട്ടാണ്. കാരണം 2 പേർക്കും നല്ല മുടിയുള്ളവരാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു ഓയിൽ വാങ്ങിക്കുമ്പോൾ അത് തേച്ച് ഭംഗി വയ്ക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ വാങ്ങിക്കുന്നത്. എനിക്കെന്തോ സ്റ്റാർട്ടിങ് തൊട്ട് ഇവരുടെ ഓയിലിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് ഇവിടെ എണ്ണ കാച്ചാൻ മടി വന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഫസ്റ്റ് തൊട്ട് എണ്ണ കാച്ചുന്ന ആളാണ്, എല്ലാതരം എണ്ണ കാച്ചുന്ന ആളാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മടി വന്നു. അപ്പോൾ ഞാൻ ഈ ജാനീസ് ഹെയർ ഓയിലാണ് കേട്ടോ എനിക്ക് ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പം ഞാൻ നാളെ തൊട്ട് എനിക്ക് എന്തായാലും മുടിയുടെ തുമ്പൊന്ന് വെട്ടണം. അപ്പോൾ ഇവിടെ തുമ്പ് വെട്ടി കഴിഞ്ഞാൽ എണ്ണയിട്ട് കുളിക്കാമെന്നുണ്ട്, തുമ്പത്തന്നെ എണ്ണയിട്ടിട്ട്. നിങ്ങളൊക്കെ അങ്ങനെയാണെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനതൊന്ന് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്നൊന്നും തോന്നായിക്കോ. ഇത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയ സാധനമാണ് കേട്ടോ. നല്ല ഓയിലാണ്. നമുക്ക് ചിലത് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാണ്ടൊരു വിശ്വാസം വരും. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിയതാണ് ഈ ജാനീസ് നാച്ചുറൽ ഹെയർ കെയർ ഓയിൽ കേട്ടോ. അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ, ഡിംപിളിനും അതെ, ഓയിലെന്ന് പറഞ്ഞാൽ ഹെയർ ഓയിൽ നല്ലോണം വേണം. അത് നമ്മളുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാനും ഡിംപിളും നല്ലോണം ഹെയർ ഓയിൽ യൂസ് ചെയ്യണവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിംപിളിന് എപ്പോഴും ഓയിൽ ഫുള്ള് വേണം. അപ്പോൾ ഞാൻ 2 കിലോ 3 കിലോ 3 ലിറ്ററൊക്കെ ഒന്നിച്ചാണ് ഞാൻ ശരിക്കും കാച്ചി വെക്കാറ്. പക്ഷേ കഴിഞ്ഞ വട്ടം എൻ്റെ ഓയിൽ കാച്ചൽ കണ്ടറിയാം, ഒരു തട്ടിക്കൂട്ട് കാച്ചലായിരുന്നു. കാരണം ഒറ്റതൾ ചെമ്പരത്തി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഡാഡി കൊണ്ടുവന്നത് കട്ടയാണ്. എന്നാൽ പിന്നെ അതെന്ന് വെച്ചിട്ട് ഞാൻ കിട്ടിയ ഇതിന് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ആകെ മൂടൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഉച്ചയായപ്പോൾ കംപ്ലീറ്റ് അടിച്ച് തുടച്ച് സാമ്പ്രാണി കത്തിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരാൾ അടിക്കുമ്പോൾ ഒരാൾ തുടയ്ക്കും, മോപ്പോണ്ടാണ്. അത് കഴിഞ്ഞിട്ടാണ്, കാരണം ഇത് നല്ലോണം ചളി ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ റോബോട്ടിനെ ഇറക്കി വെച്ചിട്ട് പിന്നെ അത് അത്രയും ചളി അതിൻ്റെ ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളുടെ ഇന്ന് പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നു. അതായത് ഇന്ന് ഓർഡർ എടുത്ത സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അത് പാക്കിങ്ങിൻ്റെത്. അപ്പോൾ എൻ്റെ കയ്യിൽ നോക്കണ്ട കേട്ടോ, പിള്ളേരുകൾ എന്നെ സുഖിപ്പിക്കുന്നത്. എനിക്ക് മൈലാഞ്ചി ഇട്ട് തരണതൊക്കെ ഇവിടെ തോമും പാച്ചു. ഇന്ന് പാച്ചുവിൻ്റെ വകയായിരുന്നു എൻ്റെ കയ്യുമ്മയുള്ള വരയ്ക്കൽ കേട്ടോ. അപ്പോൾ ഡാഡി പോയി വരണോട് കൂടിയിട്ട് ബജിയും സ്നാക്സ് കൊണ്ടുവന്നു. അപ്പോൾ അതും കുട്ടികൾക്കുള്ള പഴം, കുട്ടികൾക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പഴവും കാര്യങ്ങളും കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഡാഡി മക്കളും കൂടിയിട്ട് അതിൻ്റെ ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നേരം വെളുത്ത് പെട്ടെന്ന് വൈകുന്നേരം ആവണ പോലെ എല്ലാവർക്കും എല്ലാത്തിനെക്കുറിച്ചും നല്ല ഇതാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ്. ചില വീടുകളിലുണ്ട് അപ്പൻ ചെയ്യണത് അമ്മ അറിയില്ല, അമ്മ ചെയ്യണത് മക്കളറിയില്ല, മക്കൾ ചെയ്യണത് മാതാപിതാക്കൾ അറിയില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി എന്ത് ചെയ്താലും ഞാൻ എന്ത് ചെയ്താലും നമ്മുടെ പിള്ളേർസ് എന്ത് ചെയ്താലും എല്ലാതും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാതും അറിയാം. ആ ഒരു ബോണ്ടിങ്ങാണ് നമ്മളുടെ ഫാമിലിയിലുള്ളത്. അതെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം കൊണ്ട് അത് തന്നെയാണ് നമ്മൾക്ക് ഇനിയും ആവശ്യം. എനിക്കതുകൊണ്ട് തന്നെ ഫാമിലി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന ഫാമിലികൾ കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളുടെ ഈ ഓയിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എനിക്കെന്തോ അവരുടെ ഫാമിലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ കുട്ടികൾ അധ്വാനിച്ച് കുടുംബം നോക്കല്ല, കുടുംബം സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മളുടെ കൂടെ നിന്നവരൊക്കെ ഇപ്പോൾ ഇവിടെ ഡിവൈൻ നമ്മളുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യും, ഡിംപിൾ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ അവിടെയും അപ്പോൾ നമുക്കെന്തോ അങ്ങനെയുള്ള, അപ്പോൾ എന്നെ പരിചയമുള്ള കുട്ടികൾക്കറിയാം ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഉച്ച തിരിഞ്ഞ് കുട്ടികളുടെ കളിയും ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ഇന്ന് മോര് കാച്ചിയത്, പിന്നെ ഇവിടെ മത്തങ്ങയും പയറും ബാക്കി കുറച്ചിരിക്കുന്നുണ്ട്, പിന്നെ മുട്ട പൊരിച്ചത്. ഡിവൈൻ മോര് കാച്ചലും മുട്ട പൊരിക്കലും അതായിട്ട് നിൽക്കണു. ഡിംപിൾ ഡാഡിയുടെ കൂടെ ബിസിനസ്സിലിരിക്കണു. ഞാൻ കുറേ നേരം പിള്ളേർസിൻ്റെ കൂടെ ഇരുന്നു. പിന്നെ എന്താ പറയുക, കുറേ കഴിഞ്ഞപ്പോൾ എനിക്കും വയ്യാണ്ടായി. കാരണം ഇവരുടെ കൂടെ ഓടാനും എടുക്കാനും ഒന്നും നമുക്ക് പറ്റാണ്ടായി തുടങ്ങി. അപ്പോൾ ഡാഡീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഡോൺ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഡോണിൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ കുറേ പേരായി പറയണു, ഇപ്പോൾ എന്താണ് ആൻറ്റി സ്റ്റാറ്റസ് ഇടാത്തത്, ആൻറ്റി എന്താ വീഡിയോസിൽ ഓർണമെൻറ്റ്സ് കാണിക്കാത്തതെന്ന്. എനിക്ക് നേരം കിട്ടാണ്ട മക്കളെ. ഇനിയിപ്പോൾ നാളെ പണിക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കും ബഹളം ഇനിയിപ്പോൾ 2-3 ദിവസം അടുപ്പിച്ചുണ്ടാവും.
കാരണം കുറച്ച് പണികൾ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ഞങ്ങളിതേ ഡിവൈനും പിള്ളേഴ്സും പോയി. അവർ കുട്ടികൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാനായിട്ട് അപ്പോൾ അവർ നേരത്തോടെ പോയി ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് പോയി. അത് കഴിഞ്ഞതാ ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ പട്ടികൾക്കുള്ള സംഭവങ്ങൾ വേവിക്കുന്നു. ഡിമ്പിളപ്പിളേക്കും കിച്ചനൊക്കെ ഒതുക്കി. അങ്ങനെ എന്താ പറയുക, ഇന്നും നല്ലൊരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മക്കൾ ഇതേ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കൂടിൻ്റെ മുമ്പിൽ സമരമാണ്. ഞങ്ങളെ ഒന്ന് കയറ്റ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഫുൾ ടൈം ഈ കൂടിൻ്റെ മുമ്പിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ എന്താ പറയുക ഗേറ്റുമ്പോൾ തട്ടി കൂടിൻ്റെ അവിടെ പോയി നിൽക്കും. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മേൽ കയറില്ല പണി തുറക്കുന്നുണ്ട്. അവർക്കറിയില്ലല്ലോ അവിടെ കുഴിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നാളത്തെയും കൂടി കഴിഞ്ഞ് മറ്റന്നാൾ ഇന്ന് ചാന്തൊക്കെ വെക്കണ്ടേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ദേ ഉറങ്ങാൻ പോയോന് അവൻ തിരിച്ചു വന്നു. അവന് ഹംഗ്രിയാണ്, അവനെന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ എന്താ പറയുക, അത്ഭുതങ്ങളിലൊന്ന് എന്നൊക്കെ പറയില്ലേ, അതാണ്. അവനങ്ങനെ വിശക്കണമെന്നൊന്നും പറയില്ല. ഭക്ഷണം കൊടുക്കാണ്ട് നിന്നാൽ അത്രയും സന്തോഷം. അത് ഈ 2 പിള്ളേരും അതേട്ടാ. ചാക്കോച്ചൻ മാത്രമാണ് ഇത്തിരി ഭേദം. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ തോമ് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പ ഓച്ചുവിനോട് പറയും നാളെ ഇന്നത് വേണം എന്നുള്ളത്. അപ്പോൾ നാളെ ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓച്ചു അതിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ അവർക്ക് സ്കൂളിലേക്ക് ലോലിപോപ്പ് കൊടുത്തയക്കാം. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ആളും 2 ഭക്ഷണം കൊണ്ടുവരുന്നത്. ഇപ്പം മാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവരെ കൊണ്ട് കഴിപ്പിച്ചു തുടങ്ങി. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓയിൽ പാക്ക് ചെയ്ത് വന്നതാണ്. ഭയങ്കര സ്ട്രോങ് പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് നാളെ കത്തിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന കൂട്ടത്തിൽ അവിടെ വെച്ചതാണ്. അപ്പോൾ അത് കടലാസാണല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കത്തിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളുടെ എന്താ പറയുക, പാച്ചുവിന് എന്തെങ്കിലും ഡിമ്പിൾ കുളിക്കാൻ പോയപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവിടെ ഇരുത്താമെന്ന് വിചാരിച്ചിട്ട്. കാരണം എനിക്കും എൻ്റെ കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ അപ്പാപ്പന് കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ ഞാൻ പറഞ്ഞില്ലേ, നാളെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളുടെ ബാക്കി കാര്യങ്ങളൊക്കെ മുടങ്ങും. നാളെ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പണിക്കാർ വരും. അപ്പോൾ ഡാഡി പോയി കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ 6-6:30 വരെ നമുക്ക് അവരുടെ പിന്നിൽ നിന്ന് നീങ്ങാൻ പറ്റില്ല. അപ്പം എങ്ങനെ വന്നാലും നമ്മൾക്കും പണികളൊക്കെ ബ്ലോക്കാവും. അപ്പോൾ നാളെയും പിള്ളേരെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം വരെ അവിടെ പ്ലേ സ്കൂളിൽ ഇരുത്തേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഈവിളയും പിന്നെ ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റും പിന്നെ മൾട്ടി കളറ്, പിന്നെ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റും കൂടി ഉണ്ട്. ക്രിസ്റ്റലിൻ്റെ തന്നെ വലിയ ബോളായിട്ടുള്ളത് കേട്ടോ. ഒരു വലിയ ഒരാൾക്കുള്ളതാണ്, വലിയ ബോൾസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ മാലയുണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് പാദസരം ചെയ്യാറുണ്ട്. ഈവിളയും പാദസരം ചെയ്യില്ല കേട്ടോ. മറ്റേ 2 ക്രിസ്റ്റലും പാദസരം ചെയ്യാറുണ്ട്. അപ്പോൾ 6 പിടി 8 പിടി 10 പിടി ഒക്കെയാണ് അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അതേ പാച്ചുവിന് ഉറക്കം നല്ലോണം വന്നു തുടങ്ങി. അവന് ബ്രഷ് ചെയ്തെല്ലാം കഴിഞ്ഞ് കിടത്താൻ നോക്കുമ്പോഴാണ് അവൻ അപ്പാപ്പൻ്റെ അടുത്ത് വന്നിരുന്ന് അവിടെ നിന്ന് ഓരോന്നെടുത്ത് വായിലിടാൻ തുടങ്ങിയത് കേട്ടോ. അവന് ആവശ്യമില്ല, എന്നാലും പിന്നെ കുട്ടികളല്ലേ, നമ്മൾ എന്തെങ്കിലും കൊടുത്ത് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ, പ്രത്യേകിച്ച് പാച്ചുവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത് 4 ബ്രേസ്ലെറ്റ് കണ്ടു, നല്ല ഭംഗിയില്ലേ. അപ്പോഴേക്കും ഡിമ്പിളുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോൾ അമ്മയും മോനും കിടന്ന് ഉറങ്ങാൻ പോവാണ്. അവരും പോയി, ഡാഡിയും പോയി. ഇനിയിപ്പോൾ ഞാൻ ഈ വോയിസ് ഓവറും കാര്യങ്ങളും കൊടുത്ത് എൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. എനിക്കിന്ന് പ്രത്യേകിച്ച് ഉള്ളത് ഓയിലിൻ്റെ കാര്യമാണ്. അപ്പോൾ അത് ഞാൻ നാളെ തൊട്ടാണ് ഉപയോഗിക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിമ്പിളിനോടും ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എണ്ണ കാച്ചിലും കാര്യങ്ങളൊന്നും, മറ്റേത് ഞാൻ എണ്ണ കാച്ചിട്ട് അവൾക്കും കൂടി കൊടുത്തയക്കും. എനിക്ക് അമ്മച്ചിയാണ് എനിക്ക് തന്നയച്ചിരുന്നത്, അത് തന്നെയാണ് ഞാനും ചെയ്തിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇനി അത് വേണ്ട, ഇങ്ങനെ ഒരു ഓയിൽ സ്ഥിരമാക്കുക. അപ്പം ഞാൻ തുടങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നാളെ പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും. എങ്ങനെയാവും വീഡിയോസ് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നാളെ നല്ലൊരു വിശേഷമായിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസിൻ്റെ സംഭവം ഇതാണ് കേട്ടോ. ബൈ.